അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 16 ശനിയാഴ്ച. മന്ത്രിമാരെ തീരുമാനിക്കാൻ UDF നേതാക്കൾ തമ്മിൽ തിരക്കിട്ട ചർച്ചകൾ. കോൺഗ്രസ് മന്ത്രി പട്ടിക ഇന്നു തന്നെ ഉണ്ടാകും. കോൺഗ്രസ് മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനും ദീപദാസ് മുൻഷിയും KC വേണുഗോപാലുമായി ചർച്ച നടത്തി ഹൈക്കമാൻഡിന് കൈമാറും. ഹൈക്കമാൻഡിന്റെ അംഗീകാരത്തോടെ മന്ത്രി പട്ടിക ഇന്നു തന്നെ ഗവർണർക്ക് കൈമാറും. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പിണറായി വിജയനെതിരെ CPM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും വിമർശനം. CPM സംസ്ഥാന കമ്മിറ്റിയിലും പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിലും ഉയർന്ന ആരോപണങ്ങൾ കൊല്ലത്തും ആവർത്തിച്ചെന്നാണ് റിപ്പോർട്ട്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ KN ബാലഗോപാൽ, പുത്തലത്ത് ദിനേശൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് വിമർശനം. ഇന്നും നാളെയും നടക്കുന്ന ജില്ലാ കമ്മിറ്റിയിലും ചർച്ചയാകും. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പിണറായി വിജയനെതിരെ വിമർശനങ്ങൾ ഉയർന്നുവെന്ന വാർത്തകൾ തെറ്റാണെന്ന് മുൻ മന്ത്രി സജി ചെറിയാൻ. പിണറായി വിജയൻ മോശം ഭരണാധികാരിയാണെന്ന് ചിലർ പ്രചരിപ്പിക്കുകയാണ്. അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കിയതിൽ പാർട്ടിയിൽ ആർക്കും പ്രതിഷേധമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് നൽകിയേക്കും. ചെന്നിത്തല പക്ഷക്കാരനായ IC ബാലകൃഷ്ണൻ, ജ്യോതികുമാർ ചാമക്കാല, അൻവർ സാദത്ത്, TJ വിനോദ് എന്നിവരിൽ ആരെയെങ്കിലും മന്ത്രിമാരാക്കണമെന്ന് ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ചെന്നിത്തലയുടെ വസതിയിലെത്തി നടത്തിയ അനുനയ കൂടിക്കാഴ്ചയിലാണ് ഈ നിർദ്ദേശങ്ങൾ. പൈലറ്റും എസ്കോട്ടും ഒഴികെ മറ്റു വാഹനങ്ങൾ വേണ്ടെന്ന് നിർദ്ദേശിച്ച നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ക്ലിഫ് ഹൌസ് മോടി പിടിപ്പിക്കേണ്ടതില്ലെന്ന് നിർദ്ദേശിച്ചു. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായാണ് തീരുമാനം. അറ്റകുറ്റപ്പണികൾ മാത്രം മതിയെന്ന് VD സതീശൻ നിർദ്ദേശം നൽകി. കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം 9 നിന്ന് 6 കുറച്ച് ലോക്ഭവൻ. പ്രധാനമന്ത്രി ഇന്ധന നിയന്ത്രണം വേണമെന്ന് ആഹ്വാനം ചെയ്തതിനെ തുടർന്നാണ് ഈ നടപടി. ജൂൺ മാസം വിരമിക്കാനിരിക്കുന്ന ചീഫ് സെക്രട്ടറി ജയതിലകിന് 2 മാസം മുൻപേ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കിയത് വിവാദമായി. ഏപ്രിൽ 28-നാണ് ജയതിലകിന്റെ പെൻഷനും ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ കാണാൻ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ വീട്ടിലെത്തി. ഇന്നലെ വൈകിട്ടാണ് KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയത്. വഴുതക്കാട്ടെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ സന്ദർശിച്ചതിനു ശേഷമാണ് KCയെ കാണാൻ സതീശൻ എത്തിയത്. മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ താനും BJP MLA-മാരും പങ്കെടുക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റും നിയുക്ത MLA-യുമായ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. വയനാട്ടിൽ നിന്ന് IC ബാലകൃഷ്ണനെ മന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഊരുമൂപ്പന്മാർ ഇമെയിൽ അയച്ചു. പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ICയെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് KC വേണുഗോപാലും MK രാഘവനും രംഗത്തുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് ആർക്കു കൊടുക്കണമെന്ന് BJP നേതാവ് V മുരളീധരനല്ല തീരുമാനിക്കേണ്ടതെന്ന് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കുന്നത് ലീഗിന്റെ സംസ്കാരമല്ലെന്നും മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മുസ്ലിം ലീഗിന്റേത് ഉറച്ച മതേതര നിലപാടാണെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. ലീഗ് UDFന്റെ ശക്തി സ്രോതസ്സാണെന്നും സതീശൻ പുകഴ്ത്തി.
അതേസമയം മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരു തർക്കവുമില്ലെന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ പ്രതികരിച്ചു. തിരുവനന്തപുരത്ത് സതീശൻ തങ്ങളെ സന്ദർശിച്ചപ്പോഴാണ് ഈ പ്രതികരണം. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് ആശംസകൾ അറിയിക്കാൻ ആശാവർക്കർമാരുടെ സമരസമിതി നേതാക്കൾ കന്റോൺമെന്റ് ഹൌസിൽ എത്തി. ആശാവർക്കർമാരുടെ വേതനം പരിഷ്കരിക്കുന്നത് ആദ്യ മന്ത്രിസഭായോഗം പരിഗണിച്ചേക്കും. കെ.സി. വേണുഗോപാലിനെതിരായ സൈബർ ആക്രമണങ്ങളിൽ രൂക്ഷ വിമർശനവുമായി എം.കെ. രാഘവൻ എം.പി. കെ.സിയെ ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ലെന്നും ചെയ്തവർക്ക് ആത്മസുഖം ഉണ്ടാകട്ടെയെന്നും എം.കെ. രാഘവൻ പറഞ്ഞു. RSP ഓഫീസ് സന്ദർശിച്ച് പയ്യന്നൂരിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച വി. കുഞ്ഞികൃഷ്ണൻ. പയ്യന്നൂർ തനിക്ക് സമ്മാനിച്ചത് ചരിത്ര വിജയമാണ്. RSPയുടെ സീറ്റിൽ ഐക്യജനാധിപത്യ മുന്നണി പിന്തുണ നൽകിയാണ് മത്സരിച്ചത്. അതുകൊണ്ടാണ് നന്ദി പ്രകടിപ്പിക്കാൻ RSPയുടെ ഓഫീസിൽ വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ DCC പ്രസിഡന്റ് CP മാത്യുവിനെതിരെ പരാതിയുമായി യൂത്ത് കോൺഗ്രസ്. സംഘടനാ നടപടി ആവശ്യപ്പെട്ട് AICCക്കും KPCC പ്രസിഡന്റിനും പരാതി നൽകി. വാളയാർ ആൾക്കൂട്ട കൊലപാതക കേസിൽ 7 പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചു. അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാതിരുന്നതിനാലാണ് സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. 2025 ഡിസംബർ 17 വൈകിട്ടാണ് ഛത്തീസ്ഗഡ് സ്വദേശിയായ രാം നാരായൺ ഭാഗേൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ലക്ഷദ്വീപിലും യെല്ലോ അലർട്ടാണ്. ശക്തമായ കാറ്റിനും മിന്നലിനും സാധ്യതയുണ്ട്. ഗാനരചയിതാവും റാപ്പറുമായ വേടന്റെ മാലയിലെ ലോക്കറ്റായ പുലിപ്പല്ല് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിച്ചു. കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. റാപ്പർ ഹിരൺദാസ് മുരളിക്കെതിരെ വനം വകുപ്പ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ് ചുമത്തുക. താരസംഘടനയായ അമ്മയുടെ ഭാരവാഹികൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിരിക്കെ പ്രസിഡന്റിന് കൂടുതൽ അധികാരം നൽകുന്ന ഭരണഘടനാ ഭേദഗതി വരുത്തുന്നു. കരട് രേഖ ഇന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിക്കും. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗീകരിച്ചാൽ ജൂൺ 21 നടക്കുന്ന ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്യും. മകൾ വിവാഹിതയോ കന്യാസ്ത്രീയോ ആയാൽ അവൾക്കു നൽകിയ ഭൂമി മകനു ലഭിക്കുമെന്ന പിതാവിന്റെ ധനനിശ്ചയ ആധാരത്തിലെ വ്യവസ്ഥ നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി. ഈ വ്യവസ്ഥ പ്രകാരം സഹോദരിയുടെ വിഹിതം സ്വന്തം പേരിലാക്കിയ വൈക്കം സ്വദേശിയുടെ അപ്പീൽ ജസ്റ്റിസ് S. ഈശ്വരൻ തള്ളി. കരൾ സംബന്ധമായ രോഗത്തിന് 15 ലക്ഷം രൂപ മുടക്കി നടത്തിയ ചികിത്സയ്ക്ക് ഇൻഷുറൻസ് തുക അനുവദിക്കാത്ത സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി 5.35 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ. താനാളൂർ സ്വദേശി സമർപ്പിച്ച ഹർജിയിലാണ് കമ്മീഷൻ വിധി. രോഗകാരണം അമിതമായ ആൽക്കഹോൾ ഉപയോഗമാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് കമ്പനി പണം അനുവദിക്കാതിരുന്നത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേണി ഡാൻഡ്രോക്വറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചതോടെ കർണാടകയിൽ സ്വകാര്യ ബസ് ചാർജ് വർദ്ധിപ്പിച്ചു. ബസ് ടിക്കറ്റ് നിരക്ക് 20 മുതൽ 30% വരെയാണ് വർദ്ധിപ്പിച്ചത്. ഇന്ധനവില വർദ്ധിപ്പിച്ചതോടെ ബസ് ഓപ്പറേറ്റർമാർക്ക് ഓരോ വാഹനത്തിനും ഇന്ധന ചെലവിൽ മാത്രം മാസം 15,000 രൂപയുടെ അധിക ബാധ്യതയുണ്ടാകും. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ വീതം കേന്ദ്ര സർക്കാർ പ്രത്യേക അധിക എക്സൈസ് തീരുവ ഏർപ്പെടുത്തി. അതേസമയം ഡീസൽ ലിറ്ററിന് 16.5 രൂപയും വിമാന ഇന്ധനത്തിന് 16 രൂപയും കയറ്റുമതി തീരുവ നിശ്ചയിച്ചു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ വൻതുകയ്ക്ക് വിൽപ്പന നടത്തിയത് മുഖ്യ സൂത്രധാരൻ PV കുൽക്കർണിയുടെ സഹായി മനീഷ വാഗ്മറാണെന്ന് CBI. ആൺസുഹൃത്തായ ധനഞ്ജയ് ലോഖണ്ഡയ്ക്കൊപ്പമാണ് ചോദ്യപേപ്പർ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിറ്റത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ 4 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. ഡൽഹിയിലും ഉത്തർപ്രദേശിലും ഗോവയിലും രാജസ്ഥാനിലുമാണ് ആത്മഹത്യ റിപ്പോർട്ട് ചെയ്തത്. മാനസിക സമ്മർദ്ദം മൂലമാണ് ആത്മഹത്യകൾ എന്നാണ് റിപ്പോർട്ടുകൾ.
രേണുകാസ്വാമി കൊലക്കേസിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ 1 വർഷം കാത്തിരിക്കൂവെന്ന് നടൻ ദർശനോട് സുപ്രീം കോടതി. കേസിന്റെ വിചാരണ വേഗത്തിൽ നടക്കുന്നുണ്ടോയെന്ന് 1 വർഷം നോക്കാമെന്നും പുരോഗതിയില്ലെങ്കിൽ ജാമ്യാപേക്ഷ ആകാമെന്നും കോടതി വ്യക്തമാക്കി. സുഹൃത്തായ നടി പവിത്ര ഗൌഡയ്ക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചതിനാണ് 2024 ജൂൺ 9 രേണുകാസ്വാമിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. മധ്യപ്രദേശിൽ ധർ ജില്ലയിലെ ഭോജ്ശാല കമാൽ മൗല മസ്ജിദ് തർക്കഭൂമി സരസ്വതി ക്ഷേത്രമാണെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഇൻഡോർ ബെഞ്ച് വിധിച്ചു. തമിഴ്നാട്ടിൽ ലഹരി ഉപയോഗം തടയാൻ സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്റ്റലുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവയുടെ സമീപത്ത് സ്ഥിരമായി പരിശോധന നടത്തണമെന്ന് വിജയ് സർക്കാർ ഉത്തരവിട്ടു. IS തലപ്പത്തെ രണ്ടാമനായ അബു ബിലാൻ അൽ മിനുക്കിയെ വധിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US സൈന്യവും നൈജീരിയൻ സായുധ സേനയും സംയുക്തമായി നൈജീരിയയിൽ നടത്തിയ ഓപ്പറേഷനിലാണ് ISന്റെ ആഗോളതലത്തിലെ രണ്ടാം നിരക്കാരനായ അബു ബിലാൻ അൽ മിനുക്കിയെ വധിച്ചതെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സിന്റെ തലവൻ ഇസുദ്ദീൻ അൽ ഹദ്ദാദിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം ഗാസയിൽ കനത്ത വ്യോമാക്രമണം നടത്തി. ഗാസ സിറ്റിയിലെ റിമാൽ മേഖലയിലുള്ള ഒരു അപ്പാർട്ട്മെന്റിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇസ്രായേൽ ലെബനൻ വെടിനിർത്തൽ 45 ദിവസത്തേക്ക് കൂടി നീട്ടി. വാഷിംഗ്ടണിൽ നടന്ന 2 ദിവസത്തെ സമാധാന ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. ഈ മാസം അവസാനം കൂടുതൽ ചർച്ചകൾ നടക്കുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. അതേസമയം ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു. ഹോർമൂസ് ഒഴിവാക്കി ഫുജൈറ തുറമുഖത്തേക്കുള്ള എണ്ണ പൈപ്പ് ലൈൻ ശേഷി ഇരട്ടിയാക്കുന്ന UAEയുടെ പ്രവർത്തനം അടുത്ത വർഷത്തോടെ പൂർത്തിയാകുമെന്ന് UAE. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ മെച്ചപ്പെടുത്താൻ ഇതുമൂലം കഴിയും. പ്രതിദിനം 15 ലക്ഷം എണ്ണ എത്തിക്കാൻ ശേഷിയുള്ളതാണ് പൈപ്പ് ലൈൻ. ദക്ഷിണാഫ്രിക്കയിൽ ആശങ്ക ഉയർത്തി എബോള പടർന്നു പിടിക്കുന്നു. ഇതുവരെ 80 മരണങ്ങൾ സ്ഥിരീകരിച്ചു. കിഴക്കൻ ഇട്ടൂരി പ്രവിശ്യയിൽ 246ഓളം സംശയാസ്പദമായ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചൈന സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ നിർണായക സൈനിക നീക്കം നടത്തുമെന്ന് റിപ്പോർട്ടുകൾ. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. dailynewslive.in വാർത്തകൾ വിരൽ തുമ്പിൽ.